ഹലോ ഗായ്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി വന്ന പഴയ ചോറില്ലേ, അതുകൊണ്ട് നമ്മളൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കുത്തരിയുടെ ചോറാണ്. അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എരിവാണ്. എരിവിന് നമുക്ക് മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കായമാണ്. കായപ്പൊടിയാണ് വേണ്ടത്. നമ്മുടെ അടുത്ത് കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ കായം കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. ഉപ്പും ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായി തീരുമെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരയരുത്. ഒരു കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് ഒരുപാട് കുറുകിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ഉണക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു വിധം ഒന്ന് അരച്ചാൽ മതി. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പരിപ്പുവടയ്ക്കൊക്കെ പരിപ്പ് അരക്കില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ദേ നമ്മൾ സംഭവം അരച്ചെടുത്തത് നമുക്ക് വേറെ ഇത് വെക്കാനായിട്ട് വേറെ സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു 50 പൈസ കവർ എടുത്ത് കീറി അതിനകത്താണ് കേട്ടോ ഉണക്കെടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് എന്ത് ഷേപ്പിലാണ് വയ്ക്കേണ്ടതെന്ന് ഞാനും അമ്മയും കൂടി തർക്കമായിരുന്നു. ലാസ്റ്റ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അമ്മയും വെച്ച്, എനിക്കിഷ്ടപ്പെട്ട ഷേപ്പിൽ ഞാനും കുറേ വെച്ചിട്ടുണ്ട്. അങ്ങനെ പരത്തിയും ഉരുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഉണങ്ങി കിട്ടിയാൽ മതി. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.